ഒരു പ്രകൃതി ദുരന്തങ്ങളും തടയുവാൻ മനുഷ്യനായിട്ടില്ല. എന്നാൽ സാങ്കേതികവിദ്യ ഇത്രത്തോളമൊക്കെ വളർന്ന കാലഘട്ടത്തിൽ മുൻകരുതലുകളിലൂടെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നത് തടയുവാൻ അതാത് സർക്കാരുകൾക്കാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി KSDMA അടക്കമുള്ള ഏജൻസികളിലെ വ്യക്തമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഉണ്ടായിട്ടും സർക്കാരുകൾ വേണ്ട നടപടിയെടുത്തില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. വയനാട്ടിലെ ദുരന്തം ഒഴിവാക്കാവുന്നതായിരുന്നു. എന്നാൽ സർക്കാർ പല റിപ്പോർട്ടുകളും പല മുന്നറിയിപ്പുകളും അവഗണിച്ചു. വേണ്ടതൊന്നും കൃത്യസമയത്ത് പ്രോആക്റ്റീവായി ചെയ്തില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. വയനാട്ടിൽ നഷ്ടപ്പെട്ടുപോയ പൊലിഞ്ഞുപോയ മനുഷ്യജീവനുകളെങ്കിലും രക്ഷിക്കുവാൻ ഈ സർക്കാരിനാകുമായിരുന്നു എന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രകൃതി ദുരന്തങ്ങൾ പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ നിന്നും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്ത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാം. എന്താണ് മുണ്ടക്കൈ ഗ്രാമത്തിൽ സംഭവിച്ചത്? മുണ്ടക്കൈ ഗ്രാമത്തിന് ഉരുൾപൊട്ടൽ എന്നത് ആദ്യ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും പല പ്രാവശ്യം ചെറിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുള്ള ഗ്രാമം തന്നെയാണ് മുണ്ടക്കൈ. മുണ്ടക്കൈ ഗ്രാമത്തിൻ്റെ മറുകരയിലുള്ള വേളാർ മല ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന ഒരു മല തന്നെയാണ്. ഈ മുണ്ടക്കൈ ഗ്രാമത്തിലുള്ള മുണ്ടക്കൈ പുഴയുടെ കരകളിൽ ധാരാളമായി നിയമാനുസൃതമല്ലാത്ത ഹോം സ്റ്റേകളും റിസോർട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട്. നിയമാനുസൃതമല്ലാത്ത ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഒരു പരിധിവരെ ലാൻഡ് സ്ലൈഡിന് കാരണമാകുന്നു എന്നതും ഒരു സത്യമാണ്. സർക്കാരിന് ഇതിനെക്കുറിച്ച് മുന്നേ അറിവുണ്ടായിരുന്നു എന്നതിന് ശക്തമായ തെളിവുകളും വാർത്തകളുമാണ് പുറത്തുവരുന്നത്. കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി KSDMA ഒരുപക്ഷെ 4 വർഷം മുമ്പ് സർക്കാരിനോട് പറഞ്ഞിരുന്നു മുണ്ടക്കൈ ഗ്രാമം ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണ്. എന്നാൽ സർക്കാർ എന്ത് നടപടിയെടുത്തു? സർക്കാരിൻ്റെ തന്നെ ചിലവിലുള്ള ഒരു അതോറിറ്റി, സർക്കാർ കാശ് മുടക്കുന്ന ഒരു അതോറിറ്റി കൊടുത്ത ഒരു റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തത്? ഇത്രയും ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുവാൻ 2-3 കൊല്ലം കൊണ്ട് സർക്കാർ സാധിച്ചിരുന്നു എങ്കിൽ ഈ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ജനങ്ങളുടെ സ്വത്തിന് സംരക്ഷണം നൽകാൻ ഒരു പരിധിവരെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് സാധിക്കില്ലെങ്കിൽ ജീവൻ സംരക്ഷിക്കുവാൻ മുൻകരുതലുകൾ കൊണ്ട് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. KSDMAയുടെ മുന്നറിയിപ്പ് പരിഗണിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. KSDMA മാത്രമല്ല, മറ്റൊരു ഏജൻസിയും ഇതിനെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് 4000 കുടുംബങ്ങളെ വയനാട്ടിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കണം. വയനാട്ടിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നാണെങ്കിൽ വയനാട് കൽപ്പറ്റ ആസ്ഥാനമായുള്ള ഹ്യൂം സെൻറ്റർ ഫോർ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപനം പരിസ്ഥിതി പഠനത്തിൻ്റെ ഭാഗമായി 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം നടത്തിയ പഠനത്തിൽ വ്യക്തമായി പറയുന്നു വയനാട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണെന്ന്. 2019 ഒക്ടോബറിൽ പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ട് ശ്രീ വിഷ്ണുദാസ് CK ആൻഡ് സുമാ TR എന്നീ വ്യക്തികളാണ് തയ്യാറാക്കിയത്. ഈ മേഖലയിലെ എക്സ്പെർട്ടുകളായി ഇവരുടെ പഠന റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് വയനാട് ഈസ് ഹൈലി സസ്പെക്റ്റബിൾ ടു ലാൻഡ് സ്ലൈഡ്. അതെ, വയനാട്ടിൽ ലാൻഡ് സ്ലൈഡുകൾക്ക് വളരെ സാധ്യതയുണ്ടെന്ന് വ്യക്തമായി പറയുന്നു. KSDAയുടെയും ഇതുപോലെയുള്ള പഠന സമിതികളുടെയും റിപ്പോർട്ടുകൾ മുന്നിൽ വന്നിട്ടും സർക്കാരുകൾ എന്ത് ചെയ്തു? കേരളത്തിലെ സർക്കാർ എന്ത് ചെയ്തു എന്നത് വലിയൊരു ചോദ്യമാണ്. എവിടെയെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി ജനങ്ങളോട് അപേക്ഷിക്കുന്ന അതേ ആർജവത്തോടു കൂടി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കാൻ എന്തുകൊണ്ട് സർക്കാരുകൾ പരാജയപ്പെടുന്നു? കേരളത്തിലെ ജനങ്ങൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഇത് കേരള സർക്കാരിൻ്റെ കടുത്ത പരാജയമാണ് ഇത്രയും മനുഷ്യജീവൻ നഷ്ടപ്പെട്ടത് എന്നതിൽ ഒരു സംശയവുമില്ല. ഏറ്റവും അടുത്ത് നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് അമിത്ഷായും പിണറായി വിജയനും പരസ്പരം കൊമ്പുകോർക്കുന്നത്. പിണറായി വിജയൻ പറയുന്നു ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല, അമിത്ഷാ പറയുന്നു അറിയിച്ചിട്ടുണ്ട്. അതിന് മറു തെളിവുകളുമായി വരുന്നു. അറിയിച്ചാലും അറിയിച്ചില്ലേലും സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനുഷ്യജീവനുകൾ നമ്മുടെ കൺമുന്നിൽ ഒലിച്ചുപോയത്. വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. അഥവാ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ സർക്കാരുകൾ മുൻകരുതലുകൾ എടുത്ത് ജീവനുകൾ നഷ്ടപ്പെടുന്നതെങ്കിലും ഒഴിവാക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തൽക്കാലം നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.